അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാമേകദന്തമുപാസ്മഹേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കർപ്പൂരാരുണകുങ്കുമാർച്ചിതപതേ ക്ഷീരാബ്ദിശോഭേ ശിവേ ഗായത്രീ കരുണാകടാക്ഷവിനുദേ കന്ദർപ്പകാന്തിപ്രദേ കല്യാണാഷ്ടസുരാർച്ചിതേ സുകവിതേ കാരുണ്യവാരാനിധേ മീനാക്ഷി മധുരാംബികേ മഹിമയേ മാം പാഹി മീനാംബികേ. ശബ്ദബ്രഹ്മമയീ ചരാചരമയീ ജ്യോതിർമയീ വാഗ്മയീ നിത്യാനന്ദമയീ നിരഞ്ജനമയീ തത്വമയീ ചിന്മയീ തത്വാതീതമയീ പരാൽപരമയീ മായാമയീ ശ്രീമയീ സർവൈശ്വര്യമയീ സദാശിവമയീ മാം പാഹി മീനാംബികേ മാം പാഹി മീനാംബികേ. സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീമഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ശങ്കരാചാര്യ രചിച്ച സൗന്ദര്യലഹരിയിലെ 41 മുതൽ 45 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ സ്മരിക്കുന്നത്. ശ്ലോകം 41. തവാധാരേ മൂലേ സഹസമയയാ ലാസ്യപരയാ നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടനം ഉഭാഭ്യാമേതാഭ്യാമുദയവിധിമുദ്ദിശ്യതയാ സനാഥാഭ്യാം ജജ്ഞേ ജനകജനനീമജ്ജഗദിദം. സനാഥാഭ്യാം ജജ്ഞേ ജനകജനനീമജ്ജഗദിദം. മൂലേ ആധാരേ മൂലാധാര ചക്രത്തിൽ ലാസ്യപരയ ലാസ്യനൃത്തത്തിൽ ലയിച്ചിരിക്കുന്ന സമയ എന്ന വിശേഷണത്തോടു കൂടിയ ദേവിയോടൊപ്പം നവരസമഹാതാണ്ഡവ നടനം 9 രസങ്ങളോടുകൂടിയ താണ്ഡവ നൃത്തം അഭിനയിക്കുന്ന നവാത്മാനം 9 രൂപത്തോടുകൂടിയ ആനന്ദ ഭൈരവൻ മന്യേ ധ്യാനിക്കുന്നു. ഉദയവിധിയും പ്രളയത്തിൽ നശിച്ച ലോകത്തിൻ്റെ പുനരുദ്ധാനം സംഭവിക്കുന്നു. സനാഥാഭ്യാം ഒന്നിച്ചുകൂടി ചേർന്നവരായ ഏതാഭ്യാം ഉഭാഭ്യാം ഈ 2 പേരുകളാൽ ഇതം ജഗത് ഈ ലോകം ജനകജനനീ മാതാപിതാക്കന്മാരോട് കൂടിയത് ജജ്ഞേ അറിയപ്പെട്ടിരിക്കുന്നു. അല്ലയോ സമയേശ്വരി, നിന്തിരുവടിയുടെ മൂലാധാര ചക്രത്തിൽ ലാസ്യനൃത്തം ചെയ്യാൻ താൽപ്പര്യത്തോടു കൂടിയതും സമയ എന്ന സംജ്ഞയോടു കൂടിയതുമായ ഭൈരവിയോടൊപ്പം ശൃംഗാരാദി നവരസങ്ങളോടുകൂടിയ മഹാതാണ്ഡവ നടനം ചെയ്യുന്ന നവാത്മാവായ ഭൈരവനെയും ഞാൻ ധ്യാനിക്കുന്നു. പ്രളയകാലത്ത് നശിച്ചുപോയ ജഗത്തിനെ പുനഃസൃഷ്ടിച്ച കാരുണ്യം കൊണ്ട് ഈ 2 പേരും ഈ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കളായി അറിയപ്പെട്ടു. ശിവനെയും ശക്തിയെയും മൂലാധാരത്തിൽ 2ആയി കാണുന്ന ആചാര സ്വാതന്ത്ര്യമാണ് കൗളാചാരം. ശിവനെയും ശക്തിയെയും മണിപൂരകത്തിൽ 1ആയി കാണുന്ന സാധനാ മഹത്വമാണ് സമയാചാരം. ഇവിടെ ആചാര്യൻ മഹാദേവിയുടെ മൂലാധാരത്തിൽ ലാസ്യനൃത്തത്തോടുകൂടിയ സമയ എന്ന ദേവീശക്തിയെയും ശൃംഗാരാദി നവരസത്തോടുകൂടി താണ്ഡവ നടനമാടുന്ന ആനന്ദ ഭൈരവനെയും പ്രകീർത്തിക്കുന്നു. ശ്ലോകം 42. ഗദൈർമാണിക്യത്വം ഗഗനമണിഭിഃ സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതിയഃ സനീടേ യച്ഛായാച്ഛുരണശബളം ചന്ദ്രശകലം ധനു ശൗനാസീരം കിമീതി ന നിബധ്നാദിധിഷണാം. ഹിമഗിരിസുതേ ഹിമവൽപുത്രി, മാണിക്യത്വം മാണിക്യരത്നത്തിൻ്റെ രൂപം, ഗദൈ പ്രാപിച്ച ഗഗനമണിഭി സൂര്യസമൂഹം 12 സൂര്യന്മാർ ഉണ്ടെന്നാണ് സങ്കല്പം. സാന്ദ്രഘടിതം ഞെരുക്കി യോജിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ഹൈമം സ്വർണം, തേ നിന്തിരുവടി കിരീടം കിരീടത്തെ, യ കീർത്തയതി ഏതൊരുവൻ കീർത്തിക്കുന്നുവോ, സ അവൻ, നീഢേ യച്ഛായാച്ഛുരണശബളം സമീപത്തുള്ള മാണിക്യാദിരത്നങ്ങളുടെ പ്രഭ വ്യാപിച്ച്, ചന്ദ്രശകലം ചന്ദ്രക്കലയെ, ശൗനാസീരം ഇന്ദ്രനെ സംബന്ധിച്ചത്, ധനു ചാപം, ദിഷണാം ബുദ്ധി,
കിം നിബധ്നാതി ചെയ്യാതിരിക്കുമോ? അല്ലയോ വിശ്വമോഹിനി, മാണിക്യരത്നത്തിൻ്റെ പ്രഭയെ സ്വരൂപിച്ച സൂര്യന്മാർ നിന്തിരുവടിയുടെ കിരീടത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. സ്വർണമയമായ നിന്തിരുവടിയുടെ കിരീടത്തെ ഏതൊരു കവിശ്രേഷ്ഠൻ വർണ്ണിക്കുന്നുവോ ആ കവിശ്രേഷ്ഠന് കിരീടത്തിലെ മാണിക്യാദി രത്നപ്രഭയെ വർണ്ണിക്കാതിരിക്കാൻ കഴിയില്ല. ചന്ദ്രക്കലയുടെ രൂപമായി ഭവിച്ച മാണിക്യാദി രത്നങ്ങൾ മഴവില്ലിന് സമാനമായ ഇന്ദ്രചാപമാണോ എന്ന് ഇല്ലയോ? ദേവിയുടെ കിരീടം മുതൽ പാദാഗ്രം വരെ ദൈവീകതയുടെ പരമകോടിയിൽ നിലനിർത്തി ആചാര്യൻ പ്രകീർത്തിക്കുന്നു. എല്ലാവരുടെയും മനസ്സിലേക്ക് ഭക്തിയുടെ സ്ഫുരണം സൗന്ദര്യലഹരി എന്ന ഗ്രന്ഥത്തിലൂടെ ആചാര്യൻ സാധ്യമാക്കുന്നു. 12 മാണിക്യ കല്ലുകളാൽ ശോഭിക്കുന്ന മഹാദേവിയുടെ കിരീടത്തെ ആചാര്യൻ 12 സൂര്യതേജസ്സിന് തുല്യമായി ചേർത്തുവയ്ക്കുന്നു. 12 സൂര്യൻ എന്നത് 12 മാസം എന്നതായ കാലചക്രത്തിൻ്റെ വർഗീകരണമാണ്. ഓരോ മാസത്തിലെയും സൂര്യൻ്റെ ശോഭ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ കാലചക്രം മുഴുവൻ സന്നിവേശിപ്പിക്കപ്പെട്ട 12 അത്യുജ്വല സൂര്യ സാന്നിധ്യമാണ് മഹാദേവിയുടെ മഹനീയ കിരീടം. ശ്ലോകം 43. ധുനോദുദ്വാന്തം ന സ്തുലിതദലിതേന്ദീവരവനം ഘനസ്നിഗ്ധശ്ലഷ്ണം ചിഗുരനികുരുംബം തവ ശിവേ യദീയം സൗരഭ്യം സഹജ ഉപലബ്ധും സുമനസോ വസന്ത്യസ്മിന്മന്യേ വലമദനവാടി വിടവിനാം. ശിവേ, ശിവപത്നി, തുലിത ദലിതേന്ദീവരവനം, വിരിഞ്ഞു നിൽക്കുന്ന കരിങ്കൂളപ്പൂക്കളുടെ കൂട്ടത്തിന് തുല്യമായത്. ഘന സ്നിഗ്ധ, ഇടതൂർന്ന മിനുസമുള്ളത്. ശ്ലഷ്ണം, മൃദുലമായത്. ദ്വാന്തം, അജ്ഞാനത്തെ. ധുനോതു, ഇല്ലാതാക്കട്ടെ. യദീയം, ഏതൊരു കേശഭാരത്തെ സംബന്ധിച്ചത്. സഹജം, സ്വതസിദ്ധമായ. സൗരഭ്യം, സൗരഭ്യത്തെ. ഉപലബ്ധം, സ്വന്തമാക്കാനായിക്കൊണ്ട്. വലമദനവാടീ വിടവിനാം, ഉദ്യാനത്തിലുള്ള വൃക്ഷങ്ങളുടെ സുമനസ പുഷ്പങ്ങൾ. അസ്മിൻ, ഈ കേശഭാരത്താൽ. വസന്തി, വസിക്കുന്നു. അല്ലയോ ശിവസ്വരൂപിണി, വിടർന്ന കരിങ്കൂളപ്പൂക്കളുടെ കൂട്ടം പോലെ ശോഭിക്കുന്ന നിന്തിരുവടിയുടെ കേശഭാരം ഞങ്ങളുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യട്ടെ. ഇടതൂർന്നതും കൊഴുത്തും മാർദ്ദവമുള്ളതുമായ കേശഭാരം മഹനീയത ഉള്ളതാകുന്നു. ആ കേശസൗരഭ്യത്തെ സ്വന്തമാക്കാൻ ദേവേന്ദ്രൻ്റെ ഉദ്യാനത്തിലെ കൽപ്പകവൃക്ഷങ്ങളുടെ പൂക്കൾ കേശഭാരത്തോടൊപ്പം ചേർന്നിരിക്കുന്നു. ദേവിയുടെ കേശഭാരം ഭക്തൻ്റെ അജ്ഞാന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ ഭക്തൻ്റെ യുക്തിയിൽ ചോദ്യങ്ങൾ ഉയരുന്നു. കേശഭാരം എങ്ങനെയാണ് അജ്ഞാനത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് എന്ന ചോദ്യം സ്വാഭാവികം. കഴിഞ്ഞ ശ്ലോകത്തിൽ ദേവിയുടെ കിരീടത്തെയാണ് ആചാര്യൻ പ്രകീർത്തിച്ചത്. കിരീടം ദേവിയുടെ ശരീരമല്ല, ശരീരത്തോട് ചേർക്കപ്പെട്ടത്. കേശഭാരം എന്ന ശരീരത്തിൻ്റെ ഭാഗമായത്. നിർജീവത്വം ആരോപിക്കാവുന്ന ശരീരഭാഗമാണ് കേശം. അങ്ങനെയുള്ള ദേവിയുടെ അപ്രസക്തമായ ശരീരഘടകത്തിൻ്റെ ആരാധന പോലും ഭക്തൻ്റെ ജ്ഞാനതലത്തെ ഉത്തേജിപ്പിക്കുന്നു എന്നതാണ് ആചാര്യൻ്റെ ഉപമാ വിഷയം. സർവവും ദേവിയുടെ വിഭൂതിയാണ്. കേശവും ദേവിയുടെ വിഭൂതി തന്നെ. ദേവിയുടെ കേശത്തിൻ്റെ വിഭൂതി മഹത്വം ഈ വിധമാണെങ്കിൽ മറ്റു ശരീര അവയവങ്ങളിലെ മഹത്വൽക്കരണം ചിന്തയ്ക്കും അതീതമായിരിക്കുമല്ലോ. ശ്ലോകം 44. തനോദുക്ഷേമം നസ്തവ വദന സൗന്ദര്യലഹരി പരീവാഹസ്രോത സരണിരിവ സീമന്തരസരണി വഹന്തി സിന്ദൂരം പ്രബലകബരീഭാരതിമിര ദ്വിഷാം വൃന്ദേ ബന്ധീകൃതമവ നവീനാർക്കകിരണം. ഞങ്ങൾക്ക് നസ്തവ വദന സൗന്ദര്യലഹരി പരീവാഹ സ്രോത, മുഖത്തിൻ്റെ സൗന്ദര്യാധിക്യ പ്രവാഹം കവിഞ്ഞൊഴുകുന്ന മാർഗം. പ്രബല കബരീഭാരതിമിരദ്വിഷാം വൃന്ദൈ, കരുത്തേറിയ കേശഭാരമാകുന്ന ഇരുട്ടിൻ്റെ രൂപത്തിലുള്ള ശത്രു സമൂഹത്താൽ ബന്ധനത്തിലാക്കപ്പെട്ട ഇവ ഈ വിധം തോന്നുന്നത്. നവീനാർക്ക് കിരണം, ബാലസൂര്യകാന്തി. സിന്ദൂരം, കുങ്കുമം. വഹന്തി, വഹിക്കുന്നത്. ക്ഷേമം തനോതു, ക്ഷേമത്തെ വളർത്തുമാറാകട്ടെ. അല്ലയോ ലയവർജിതേ, നിന്തിരുവടിയുടെ സീമന്തരേഖ മുഖസൗന്ദര്യാതിശയം പ്രവാഹമായി കവിഞ്ഞൊഴുകുന്നു മാർഗം എന്ന് തോന്നുമാറാകുന്നു.
പ്രബലമായ കബരീഭാരതിമിരമാകുന്ന ശത്രുസമൂഹത്താൽ തടവിലാക്കപ്പെട്ട ബാലസൂര്യൻ്റെ കിരണങ്ങളെന്ന പോലെയാണ് സീമന്തരേഖയുടെ ശോഭ. അങ്ങനെയുള്ള സീമന്തരേഖ സിന്ദൂരത്തെ വഹിക്കുന്നു. കുങ്കുമത്തിൻ്റെ ശോഭ എന്നത് തടവിലാക്കപ്പെട്ട സൂര്യൻ മുക്തനായി ഉദയസമയത്ത് വെളിയിൽ വരുമ്പോൾ പ്രകടമാക്കുന്ന ശോഭയെ വഹിക്കുന്നു. സീമന്തരേഖയിലെ കുങ്കുമം ഞങ്ങൾക്ക് ക്ഷേമത്തെ ചെയ്യട്ടെ. ദേവിയുടെ മുഖസൗന്ദര്യത്തെ ആചാര്യൻ ഈ ശ്ലോകത്തിൽ പ്രകീർത്തിക്കുന്നു. രണ്ടു ഭാഗത്തായി പകുത്തുമാറ്റിയ ദേവിയുടെ കേശങ്ങൾക്കിടയിലെ സീമന്തരേഖയിലൂടെ സൗന്ദര്യം പ്രവഹിച്ച് ദേവിയുടെ മുഖം സമസ്ത സൗന്ദര്യത്തിൻ്റെ ഉറവിടമായി ഭവിക്കുന്നു. കവി ഭാവനയിലൂടെ സൗന്ദര്യത്തിൻ്റെ ആകാരം വർണ്ണിക്കാൻ ആചാര്യന് കഴിയുന്നു. സൗന്ദര്യലഹരി എന്ന പദപ്രയോഗത്തിലൂടെ ഉപമിക്കാൻ കഴിയാത്ത സൗന്ദര്യം എന്ന സൂചന നൽകിയാണ് ആചാര്യൻ ഇവിടെ. സീമന്തരേഖയിലെ സിന്ദൂരം പതിവ്രതാ ധർമ്മമാണ്. ഇതിലൂടെ മഹാദേവിയുടെ പരമേശ്വര സാന്നിധ്യത്തെ ആചാര്യൻ സൂചിപ്പിക്കുന്നു. ശ്ലോകം 45. അരാളൈ സ്വഭാവ്യാദ് അളികളബസ ശ്രീബിർ അളകൈ പരീതം തേ വക്രം പരിഹസതി പങ്കേരുഹരുചീം ദരസ്മേരായസ്മിൻ ദശനരുചി കിഞ്ചൽ കരുചിരേ സുഗന്ധവുമാദ്യന്തി സ്മരദഹന ചക്ഷുർമധുലിഹ. അരാളെ ചുരുണ്ടത്, സ്വഭാവ്യാത് സ്വാഭാവികമായി, അളി ചെറുവണ്ടുകൾ, കളബസ ശ്രീബി ശോഭയോടുകൂടിയത്, അളകൈ കുറുനിരകളാൽ, പരീതം ചുറ്റപ്പെട്ട, വക്രം മുഖം, പങ്കേരുഹ രുചി താമരപ്പൂവിൻ്റെ ശോഭയെ, പരിഹസതി പരിഹസിക്കുന്നു, ധരസ്മേര ചെറുപുഞ്ചിരിയോടുകൂടി വികസിച്ചത്, ദശനരുചി കിഞ്ചൽക്ക രുചിരേ ദന്തനിരകളുടെ കാന്തിയായ അല്ലികളാൽ മനോഹരമായത്, സുഗന്ധത്തോടുകൂടിയത്, യാസ്മിൻ ആ മുഖത്ത്, സ്മരദഹന ചക്ഷുർമധുലിഹ കാമദേവനെ ദഹിപ്പിച്ച പരമശിവൻ്റെ നേത്രമാകുന്ന വണ്ടുകൾ, മാദ്യന്തി മത്തുപിടിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അല്ലയോ ശ്രീധരി, സ്വാഭാവികമായി ചുരുണ്ടതും ചെറുവണ്ടുകളുടെ കാന്തിയെ സ്വീകരിച്ചതുമായ കുറുനിരകളാൽ ചുറ്റപ്പെട്ട നിന്തിരുവടിയുടെ മുഖം താമരപ്പൂവിൻ്റെ ഭംഗിയെ പരിഹസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് അല്പം വികസിച്ചു നിൽക്കുന്നതും താമരയുടെ അല്ലികൾ പോലുള്ള ദന്തനിരകളും സുഗന്ധത്തോടു കൂടിയതുമായ ദേവിയുടെ മുഖകമലം. ആ മുഖകമലത്തിൽ കാമദേവനെ ദഹനം ചെയ്ത ശിവൻ്റെ നോട്ടമാകുന്ന വണ്ടുകൾക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു. മഹാദേവിയുടെ മുഖകാന്തിയെ കൂടുതൽ ശോഭനമാക്കുകയാണ് കവി ഈ ശ്ലോകത്തിലൂടെ. ദാർശനികനായ ശ്രീ ശങ്കരാചാര്യർ കവിത്വത്തിൻ്റെ മാതൃകയാണ് സൗന്ദര്യലഹരിയുടെ രണ്ടാം ഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള സാധകരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ആചാര്യസ്വാമികളുടെ കവിഭാവന. കറുപ്പിൻ്റെ സൗന്ദര്യം ഈ ശ്ലോകത്തിൽ എടുത്തു കാണിക്കുന്നു. ദേവിയുടെ കുറുനിരകൾ വണ്ടിൻകൂട്ടം ചേർന്ന് നിൽക്കുന്ന വിധം ചുരുണ്ടിരിക്കുന്നു എന്നാണ് കവി ഭാവന. ദേവിയുടെ മുഖകാന്തി ഇരുവശത്തും താഴ്ന്നിറങ്ങുന്ന കുറുനിരകളുടെ മനോഹാരിതയിൽ കൂടുതൽ പ്രശോഭിതമാകുന്നു. അളികൾക്ക് സമമായ കുറുനിരകളാൽ ശോഭിക്കുന്ന ദേവിയുടെ മുഖകാന്തിയെ താമരപ്പൂവിനെ വെല്ലുന്നതാണെന്ന് ആചാര്യൻ ശ്ലോകത്തിൽ സ്ഥാപിക്കുന്നു. താമരപ്പൂ വണ്ടുകളാൽ ചുറ്റപ്പെട്ടതാണ്. താമരയുടെ സുഗന്ധവും തേനിൻ്റെ സാന്നിധ്യവും വണ്ടുകളെ താമരയിൽ ആകൃഷ്ടരാകുന്നു. താമരപ്പൂവിൽ നിന്നും അകന്നുമാറാൻ കഴിയാത്ത വിധം വണ്ടുകൾ താമരയ്ക്ക് ചുറ്റും വട്ടം പിടിക്കുന്നു. താമരപ്പൂവിൻ്റെ ഉപമയിലൂടെ കവിശ്രേഷ്ഠൻ ദേവിയുടെ മുഖകാന്തിയെയും ചേർത്ത് വയ്ക്കുന്നു. ദേവിയുടെ മുഖകമലത്തിൽ അല്പമാത്രമായി പ്രകടമാകുന്ന പുഞ്ചിരിയിൽ താമരപ്പൂവിലെ കേസരങ്ങളുടെ കാന്തിയോടുകൂടി ദന്തങ്ങൾ അതിശയകരമായി ആചാര്യൻ പ്രകീർത്തിക്കുന്നു. താമരപ്പൂവിനെ എന്തു കാരണത്താലാണ് വണ്ടുകൾ വട്ടമിട്ട് പറക്കുന്നത്? അതുപോലെ മഹാദേവിയുടെ സൗന്ദര്യകാന്തിയിൽ ആകൃഷ്ടനായി കാമദേവനെ ദഹനം ചെയ്ത പരമശിവൻ്റെ ദൃഷ്ടികൾ ആനന്ദം കണ്ടെത്തുന്നു. ഇവിടെ ആചാര്യൻ പരമശിവനെ സ്മരദഹനൻ എന്നാണ് സൂചിപ്പിച്ചത്. എല്ലാവരിലും കാമം ജനിപ്പിക്കുന്ന കാമദേവനെ ദഹിപ്പിച്ച പരമശിവനെയാണ് ആചാര്യൻ സൂചിപ്പിക്കുന്നത്. അത്രത്തോളം നിർവികാരനായ പരമശിവനെയും വശീകരിക്കാൻ പര്യാപ്തമാണ് മഹാദേവിയുടെ മുഖകാന്തി. ദേവി സർവ്വസൗന്ദര്യ ലക്ഷണത്തിനും അതീതയാണെന്ന് ആചാര്യൻ ഈ ശ്ലോകത്തിലൂടെ സ്പഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ 45-ാമത്തെ ശ്ലോകം ഇവിടെ പൂർണ്ണമാവുന്നു. ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ ശ്രീ ജഗദംബികയുടെ പാതാരവിന്ദങ്ങളിൽ
ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ വിദ്യാത്മനാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആ ദേവിയുടെ കൃപാ കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ.